ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ കൗൺസിലിംഗ് അനുഭവത്തിൽ ഒരു സ്ത്രീയും കരയാതെ ഇത് പറഞ്ഞിട്ടില്ല. പല ആളുകളും ഇത് നേരത്തെ റിവീൽ ചെയ്യാറുമില്ല. വീട്ടിലുള്ള പ്രശ്നങ്ങളും കലഹങ്ങളൊക്കെ പറഞ്ഞ് ഇതിൻ്റെ റൂട്ട് കോഴ്സ് അന്വേഷിച്ച് അവസാനം അതിലേക്ക് എത്തിപ്പെടലാണ്. എൻ്റെ ഭർത്താവിൻ്റെ മൊബൈലിൽ കണ്ട ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു ചാറ്റ് അതെന്നെ ഇപ്പോഴും വല്ലാതെ വേദനിപ്പിക്കുന്നു. അദ്ദേഹം നല്ല മനുഷ്യനാണ്, എന്നെയും കുട്ടികളെയും നന്നായിട്ട് നോക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്തിരുന്നുണ്ട്. ഈ ഒരു സംഭവത്തിന് ശേഷം ആൾക്ക് എന്നോടുള്ള സ്നേഹം കൂടുതലാണ്. പക്ഷെ എന്തൊക്കെയായിട്ടും എനിക്ക് വേണ്ടത്ര സ്നേഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പഴയ പോലെ ആവാൻ പറ്റുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തെറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹമാണ്, പക്ഷേ അതിൻ്റെ വേദന പേറി നടക്കുന്നത് നിങ്ങളാണ്. മറ്റൊരാൾ ചെയ്ത തെറ്റിൻ്റെ പേരിൽ കാലാകാലവും വേദനയും പേറി നടക്കുക എന്നുള്ളത് ഉചിതമല്ല. വളരെ കൃത്യമായിട്ട് ഇതിനെ ഡീൽ ചെയ്യാൻ കഴിയും. ഈ തെറ്റ് ചെയ്ത ഭർത്താവിന് നിങ്ങൾ പുറത്തു കൊടുക്കാത്തിടത്തോളം കാലം അത് നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കും. നിങ്ങളും നിങ്ങളുടെ കുട്ടികളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ വരെ ഇത് വല്ലാതെ സ്വാധീനിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മുറിവിനെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. എത്രയോ കേസുകൾ തെറാപ്യൂട്ടിക് പ്രോസസ്സിലൂടെ അവരുടെ മുറിവുകൾ ക്ലിയർ ചെയ്തതിന് ശേഷം വീണ്ടും ആ പഴയ സന്തോഷത്തോടു കൂടി, ആ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിലുള്ള ആ ഒരു സന്തോഷത്തോടു കൂടി വീണ്ടും ജീവിക്കുന്നത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് മാറാൻ കഴിയും, തീർച്ചയായിട്ടും മാറാൻ കഴിയും.